ഒക്കെ ലൈക്കും ഷെയറും കമൻറ്റും ഇത് ആകുമ്പോൾ അവരൊന്നും കൂടി റീച്ച് ആവും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ. അപ്പോൾ അതിൻ്റെ പിൻവശത്തുള്ള ചതികൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അറിയില്ല. അത് തനിയെ എന്തായാലും ഒരു 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ തന്നെ അറിയിക്കും അത് ഗൂഗിള്. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു അവസരം വരട്ടെ, വരാതിരിക്കില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ട്രെൻഡിങ്. അപ്പോൾ ഈ പുരുഷന്മാർ കൂടുതലായി. അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങളിൽ പിന്നെ സ്വന്തമായിട്ടുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ ആളുകൾ യാത്ര ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് നമുക്കുള്ള ഓട്ടങ്ങളൊക്കെ കുറഞ്ഞു പോയി. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുമാത്രമല്ല, ആഗോള അയ്യപ്പ സംഗമത്തിൽ വന്ന 4500 പേരിൽ 650 പേര് 600 പേര് മാത്രമാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 3000 അല്ലെങ്കിൽ 4500 പേർക്കുള്ള ഭക്ഷണം എന്ത് ചെയ്തു? സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോഴേ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി കണ്ടിട്ട്, അല്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട്. മണ്ണാർക്കാട് കണ്ടിട്ട് 2 ദിവസമായി. അപ്പോൾ വണ്ടിയുടെ സെൽഫ് മോട്ടറിന് ചെറിയൊരു കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് ദിവസം കംപ്ലൈൻ്റാണ്, ദിവസം പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ പോണത്. ഈ പ്രശ്നങ്ങൾ എന്ന് മാറുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരിക്കുമ്പോഴാണ് നമ്മളെ പ്രശ്നങ്ങളൊക്കെ തീരുക. എന്നാലും നാട്ടുകാർ നമ്മളെ പറ്റി പറയും. അതാണിപ്പോൾ കാലം. അപ്പോൾ സെൽഫ് മോട്ടർ അയച്ച് അത് നേരേക്ക് അതിൻ്റെ കുട്ടി മോട്ടർ പോയിട്ടുണ്ടായിരുന്നു. കുട്ടി മോട്ടറിന് 600 റുപ്യയായി. അങ്ങനെ അത് വാങ്ങിക്കൊടുന്ന് കുട്ടി മോട്ടർ മാറ്റി. അപ്പോൾ പിന്നെ ഏകദേശം പ്രശ്നം മാറി എന്ന് പറയാം. അതിന് മുന്നേ സെൽഫിൻ്റെ സ്റ്റാർട്ടർ റിലേക്കായിരുന്നു കംപ്ലൈൻറ്റ്. അപ്പോൾ ഓരോന്ന് മാറ്റുമ്പോൾ ഓരോന്ന് ശരിയാക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക. എൻ്റെ പള്ളി. അപ്പോൾ പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ കേരളത്തിലെ ഓരോ ആളുകളും പോയിക്കൊണ്ടിരിക്കണേ. സമാധാനമല്ല. അതിപ്പോൾ എപ്പോഴും കിട്ടുന്നത് തന്നെയാണ്, നമുക്ക് എപ്പോഴും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ ദിവസത്തെ പ്രശ്നങ്ങൾ. എന്നാൽ വോട്ടാണെങ്കിലോ തീരല്ല. ഇപ്പോൾ കാരണം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങളുള്ളത്. അപ്പോൾ കൊറോണ വന്നതിന് ശേഷം ബൈക്കുകളുടെ സ്കൂട്ടിക്കാർ കൂടുതലായി. അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങളിൽ പിന്നെ സ്വന്തമായിട്ടുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ ആളുകൾ യാത്ര ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് നമുക്കുള്ള ഓട്ടങ്ങളൊക്കെ കുറഞ്ഞു പോയി. അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ഓട്ടം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ ഒരു 1000-1500 റുപ്യക്ക് 2000 റുപ്യക്കൊക്കെ ഓടിയായിരുന്നു. ഇപ്പോൾ 700, 800, 900, 1000 താഴെയുള്ള ആൾക്കാർ ഓട്ടോറിക്ഷകളാണ് അധികം ഓടുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ നമ്മുടെ ശബരിമലയിൽ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടന്നു കഴിഞ്ഞു. അതൊക്കെ നമ്മൾ കണ്ടു. ഒരുപാട് വിശ്വാസികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മണ്ടന്മാരായ ആൾക്കാരാണ് നടത്തിയതെന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം അവിടെ ആളൊഴിഞ്ഞ കസേരകളിൽ പിന്നെ AI ആണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് നമ്മുടെ ഗോവിന്ദമ്മാഷ് പറഞ്ഞത്. എന്താണ് ഇയാൾക്ക് ഇയാൾ മണ്ടനാണോ സ്വയം മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ എന്നറിയില്ല. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടതല്ലേ അവിടെ. മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ എല്ലാവരും എണീറ്റ് പോയി. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം, ഇതൊക്കെ സംഭവിക്കുന്നു അറിയാം. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു മണ്ടത്തരങ്ങൾ എന്നറിയാത്തത്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഹിന്ദു സമുദായം, അതായത് അവിടെ എല്ലാ വിശ്വാസികളും ഉണ്ട്. എല്ലാ വിശ്വാസികളും നടത്തുന്ന അവിടെ വേദി നിറഞ്ഞു കവിഞ്ഞു എന്നാണ് പറയണത്. അപ്പോൾ രാഷ്ട്രീയവും വിശ്വാസവും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്നിപ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുമാത്രമല്ല, ആഗോള അയ്യപ്പ സംഗമത്തിൽ വന്ന 4500 പേരിൽ 650 പേര് 600 പേര് മാത്രമാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 3000 അല്ലെങ്കിൽ 4500 പേർക്കുള്ള ഭക്ഷണം എന്ത് ചെയ്തു? അതാണ്
അതൊന്നും വാർത്തക്കാർ പറഞ്ഞില്ല കേട്ടോ. കാരണം എത്രയോ ആളുകൾക്ക് വേണ്ടി ഓരോ തരത്തിലാണ് അവിടെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയത്. ആ ഭക്ഷണങ്ങളൊക്കെ ഈ ആൾക്കാർ എന്ത് ചെയ്തു, അന്നദാനം കൊടുത്തിട്ടുണ്ടാവോ അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ എന്താണ് ഉണ്ടായത് ഒന്നും അറിയില്ല. കാരണം ഒക്കെ VIP-കളും VVIP-കളുമാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഓരോ രീതിയിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഭക്ഷണമൊക്കെ എത്ര പേര് കഴിച്ചോ ഇല്ല എത്ര പേര് കഴിക്കാതിരുന്നോ അതിൻ്റെയൊക്കെ കണക്കും കൂടി വേണമല്ലോ. കാരണം കോടികൾ വെച്ചിട്ടുള്ള പരിപാടിയാണത്. 7 കോടി രൂപയാണ് ചിലവാക്കിയത്. അവിടെ ബാത്റൂമിന് പോലും AC ആണ്. ബാത്റൂമിനെ എന്താലേ തണുത്തോണ്ട് തൂറാം. എന്തൊരു നാശം പിടിച്ച നരകം പിടിച്ച ഒരു സർക്കാരാണിത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടിപ്പോൾ ഇന്ന് ശരിക്കുള്ളൊരു വിശ്വാസം സംഘടന ശരി സമ്മതിച്ചു, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ വിശ്വാസത്തെ ആരും ചോദ്യം ചെയ്യരുത്. അതാണ് ഏറ്റവും വലിയ എന്താ പറയുക ശാപം. വിശ്വാസികളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അവിടെ പിണറായി വിജയൻ സംഗമം നടത്തിയിട്ടുള്ളത്. ആരെങ്കിലും പോവുമോ പരിപാടിക്ക്? ഇപ്പോൾ ഏകദേശമൊക്കെ എല്ലാം മനസ്സിലായി. ഇപ്പോൾ എന്തൊക്കെയാണ് സർക്കാരിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ അവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൻ്റെ പ്രധാന വിഷയങ്ങൾ. ഇതിൽ കുറച്ചും കൂടി മാസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു എന്നും കൂടി പറയാം. അപ്പോൾ നമുക്കതിൽ മനസ്സിലാക്കേണ്ടത്, നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കാനല്ല, അപ്പോൾ ഏകദേശമൊക്കെ മനസ്സിലായി. അപ്പോൾ പറയാനുള്ളത്, ഇന്നിപ്പോൾ ഒരു കൊലപാതകം നടക്കണ്ടായി. എവിടെയൊന്നും ഇപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഒരു സ്ത്രീയെ ഒരു പുരുഷൻ, സ്ത്രീയല്ല കേട്ടോ, ഭാര്യനെ സ്വന്തം ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ അയാൾ പറയുന്നത് ശരിയാണോ അല്ല അവിടെ നാട്ടുകാർ പറയുന്നത് ശരിയാണോ എന്നൊന്നും ഈ പിന്നെ കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒക്കെ എന്താ പറയുക, ആണിനെക്കുറിച്ച് മോശമായിട്ടുള്ള പരിപാടിയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു സ്ത്രീക്ക് സുരക്ഷയായിട്ട് സ്ത്രീ സുരക്ഷാ സംവിധാനം എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ട്. ഈ സ്ത്രീക്ക് സുരക്ഷ എന്നല്ലാതെ പുരുഷന് എന്തെങ്കിലും ഒരു സുരക്ഷ നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പുരുഷന് ഇവിടെ ശരിക്കും പറഞ്ഞാൽ സമാധാനമല്ല. കാരണം ഇപ്പോൾ കൂടുതലും ആളുകൾ ഇപ്പോൾ കൂടുതലും ആൾക്കാർ ആവിഹിതത്തിലൂടെയാണ് പോണത്. കാരണം അയാൾ പറയുന്നുണ്ട്, ഞാൻ വിരലിട്ട് കൊടുത്ത മോതിരം അവൾ ഞാനറിയാതെ പണയം വെച്ചു, എന്നിട്ട് അത് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെയും സ്വർണം പണയം വെച്ചു. അതിനുശേഷം ഒരു വണ്ടി വാങ്ങി, ഒരു ബൈക്ക് വാങ്ങിയിത്രേ. ആ ബൈക്കിനെ കുറിച്ച് ചോദിച്ചപ്പോഴും ഒന്നും പറയുന്നില്ല. പിന്നെ ഏതൊക്കെ പാർട്ടിയിൽ ചേരുകയാണെന്ന് പറഞ്ഞു. പാർട്ടിയിൽ പോണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ധിക്കരിച്ചുകൊണ്ട് സംസാരിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീ ചെയ്തത് ശരിക്കും കൊലപാതകം അല്ലെങ്കിൽ ആ രീതിയിൽ അർഹിച്ചൊരു സംഭവം തന്നെയാണ് എനിക്ക് അതായിട്ട് തോന്നുന്നത്. കാരണം സ്വന്തം ഭർത്താവ് പറഞ്ഞത് കേൾക്കാൻ കഴിയാത്ത ഒരു ഭാര്യനെ എങ്ങനെ നമ്മൾ സമൂഹത്തിൻ്റെ ഇടയിൽ കൊണ്ടുപോകും? എന്താലേ നമ്മുടെ ലോകം ഇങ്ങനെ പോണത്? നമ്മുടെ കേരളത്തിലാണ് കൂടുതൽ എന്താ പറയുക അവിഹിതമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. കാരണം ഒരു സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയാത്ത ഭാര്യമാരാണ് ഇപ്പോൾ കൂടുതലുള്ളത്. അത് ഓരോ കൊലപാതകത്തിൽ നിന്നും അല്ലെങ്കിൽ ഓരോ രീതിയിൽ നിന്നും നമ്മുടെ കേരളത്തിലെ പുരുഷന്മാർക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും അവർ മൗനം ആണ് തുടരുന്നത്. കാരണം അവർക്ക് പറയാൻ ആളില്ല. അവരുടെ കഥകൾ കേൾക്കാൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ മാനസികാവസ്ഥ കേൾക്കാൻ ആൾക്കാരില്ല. ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പെണ്ണ് ഒന്ന് തുമ്മിയാൽ മോളൂസെ പതുക്കെ തുമ്മ്, അല്ലെങ്കിൽ പനിയുണ്ടാകും, അല്ലെങ്കിൽ കൈയൊന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കണ്ടേ, അങ്ങനെയുള്ള ഓരോ നരമ്പന്മാരായിട്ടുള്ള കമൻറ്റുകളാണ്. പിന്നെ ഇതിനായിട്ട് കുറേ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവരെ പകുതി ശരീരം കാണിച്ചിട്ട് അങ്ങനെ ഓരോ ബാഡ് കമൻറ്റ്, അതായത് സെക്സ്വാലിറ്റി ആയിട്ടുള്ള കമൻറ്റുകൾ ഇട്ടിട്ട് ആൾക്കാരെ ഫോളോവേഴ്സ് കൂട്ടാനും ലൈക്കിൻ്റെ എണ്ണം കൂട്ടാനും കമൻറ്റിൻ്റെ എണ്ണം കൂട്ടാനൊക്കെ ഓരോ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഫേസ്ബുക്ക് വാരിക്കോരി കൊടുത്തു ഇത്രേ പൈസ. ഇതിൻ്റെ കാര്യങ്ങൾ എന്താണ്, ഇവർക്ക് എന്താണെന്ന് അറിയില്ല. അതേപോലെ തന്നെ ജെമിനി AI എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിലിപ്പോൾ ഒരുപാട് പെണ്ണുങ്ങൾ
സാരിയും കൊണ്ടും ഇനി ഇല്ലാത്ത ഫോട്ടോസൊക്കെ വെച്ചിട്ടാണ് ഇവരെ ശരീരം കാണിച്ച് പിന്നെ AI മോഡലാക്കണത്. അപ്പോൾ അവർക്ക് അതിൻ്റെ പിന്നിലുള്ള പണികൾ എന്താണ് എന്നുള്ള വാർത്താക്കാരും ഇതേപോലെ മറ്റുള്ള ആൾക്കാരൊക്കെ അതിൽ പിന്നെ ചർച്ച ചെയ്തിട്ടും നിങ്ങളെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആരും അംഗീകരിക്കുന്നില്ല കേട്ടോ. ഒക്കെ ലൈക്കും ഷെയറും കമൻറ്റും ഇതാവുമ്പോൾ അവരൊന്നും കൂടി റീച്ച് ആവും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ. അപ്പോൾ അതിൻ്റെ പിൻവശത്തുള്ള ചതികൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അറിയില്ല. അത് തനിയെ എന്തായാലും ഒരു 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ തന്നെ അറിയിക്കും അത് ഗൂഗിള്. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു അവസരം വരട്ടെ, വരാതിരിക്കില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ട്രെൻഡിങ്. അപ്പോൾ ഈ പുരുഷന്മാർക്ക് ഒരു കമ്മീഷൻ വേണം, പുരുഷ കമ്മീഷന് എന്ന് ഇറങ്ങണോ അന്ന് വരെ നമ്മുടെ പുരുഷന്മാർക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല ഒരിക്കലും. കാരണം ഓരോ പുരുഷന്മാരും നീറി ജീവിക്കുകയാണ്. ഇവരെ പെണ്ണ് എന്ത് തെറ്റ് ചെയ്താലും അതിൻ്റെ കൂടെ ആൾക്കാരുണ്ടാവും, കോടതി ഉണ്ടാവും, ബാക്കിയുള്ള നിയമത്തിനനുസരിച്ചുള്ള ആൾക്കാർ പിന്നാലെ വരും. കാരണം ഒരു പെണ്ണാണ്. ഒരു പുരുഷന് മാനസികമായിട്ട് അല്ലെ വീണ് കിടക്കുകയാണെങ്കിൽ അവൻ വെള്ളടിച്ച് കിടക്കുകയാണെന്ന് പറയും, അല്ലെങ്കിൽ MDMA ആണ് എന്ന് പറയും. ഒരു പെണ്ണാണെങ്കിൽ അയ്യോ മോളൂസേ നിനക്ക് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളിലേക്കാവും പുതിയ ആളുകൾ വരിക. പിന്നെ ഒക്കെ ഇപ്പോഴത്തെ കാലത്തെ ആൾക്കാർക്ക്, പഴയ കാലത്തെ ആൾക്കാർക്ക് ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് കാലത്തിൻ്റെ പിന്നെ ഒഴുക്ക് എങ്ങനെയായിരുന്നോ അതിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ പുതിയ തലമുറയിൽ എന്ത് പിന്നെ കഷ്ടതയാണ് അവർ അനുഭവിക്കുന്നത്. കാരണം ജനിക്കുമ്പോൾ തന്നെ ഫോൺ കൈ കൊടുത്തിട്ടാണ് അവർ വരുന്നത്, ഭൂമിയിലേക്ക് വരുന്നത് തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് കഷ്ടപ്പാടിനെ കുറിച്ചുള്ള വേദനകൾ ഒരിക്കലും അറിയാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആണ് ശരിക്കും നമ്മുടെ നാട് കുട്ടിച്ചോറാകാൻ പോകുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ രാഷ്ട്രീയം ശരിക്കും ആവശ്യത്തിനേ പറ്റുള്ളൂ. ഇതൊക്കെ ഇപ്പോൾ നടക്കുന്നതൊക്കെ അനാവശ്യപരമായ രാഷ്ട്രീയമാണ്. ആവശ്യത്തിനുള്ള രാഷ്ട്രീയം അതൊക്കെ ഉമ്മൻചാണ്ടി സർക്കാരും അതേപോലെ ഉമ്മൻചാണ്ടിയും VS അച്യുതാനന്ദനും കൂടിയും നമ്മുടെ വിട്ടു പോയപ്പോൾ തന്നെ ഈ രാഷ്ട്രീയത്തിൻ്റെ എന്താ പറയുക ആ ആവേശം അല്ലെങ്കിൽ പിന്നെ ചിന്ത നമ്മുടെ മലയാളികളുടെ മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞു. അത് ഇനി ഒരിക്കലും വരില്ല, ഒരിക്കലും പ്രതീക്ഷിക്കുകയും വേണ്ട. ഇനിയൊക്കെ അരോചിതമായ അല്ലെങ്കിൽ അക്രമമായ രാഷ്ട്രീയമാവും ഇനി വരാൻ പോണത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിൽ കൂടി ഒന്നും കൂടി കടുപ്പിക്കുമെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ പോയാൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാനം എന്ന് മാത്രമല്ല ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് ഏറ്റവും വില കൂടുതൽ നമ്മുടെ കേരളത്തിലാണ്. കാരണം എല്ലാത്തിനും വില കൂടുതൽ. ഇപ്പോൾ GSTയുടെ കാര്യം പറയേ വേണ്ട. ഇപ്പം GST എന്നുള്ളത് ഓരോ പിന്നെ വ്യവസായിക്കും അത് ഭയങ്കര തലവേദനയാണ്. കാരണം ഇത് വെറുതെ പൈസ കൊടുക്കുകയാണ് ഗവൺമെൻറ്റിന്, സർക്കാരിന് വെറുതെ പൈസ കൊടുക്കുക, ഒരു കാര്യമില്ലാതെ. ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടോ? ഇല്ല. പിന്നെ GST വെച്ചിട്ട് GST എന്നുള്ള ഇത് ഏതെങ്കിലും ഒരു പണക്കാരൻ ബുദ്ധിമുട്ട് പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു പൈസക്കാരൻ എനിക്ക് GST കൊണ്ട് ഭയങ്കര വില കൂടുതലാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. ഒക്കെ സാധാരണക്കാരനാകും പറയുക അധികം. അപ്പോൾ സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് ഈ GSTയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് വേണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉൽപ്പന്നം വാങ്ങുകയാണെങ്കിൽ അതെന്താണെന്നുള്ള ചോദിക്കാനുള്ളൊരു അറിവും കൂടി നമുക്ക് ഉണ്ടാവണം. അതായത് പൊതുവായിട്ടുള്ള കാര്യം അറിവ് കൂടിപ്പോയതിൻ്റെയാണ് പ്രശ്നം, അല്ലാതെ പറഞ്ഞല്ല. എന്നിരുന്നാലും പറയുക. അതേപോലെ ഈ മണ്ണാർക്കാട് നഗരസഭയുടെ അധികാരികളോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ നമ്മുടെ വരുമ്പോൾ കുന്തിപ്പുഴ ഭാഗത്തുനിന്ന് ചെടിച്ചട്ടികളൊക്കെ എടുത്ത് മാറ്റിയിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു ന്യൂസ് കണ്ടു, കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കുറേ ആൾക്കാർ വന്നിട്ട് മണ്ണാർക്കാടിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ പറയുകയാണെങ്കിൽ മണ്ണാർക്കാട് ഈ നെല്ലിപ്പുഴ തൊട്ടിട്ട് കുന്തിപ്പുഴ വരെ മാത്രം ആണോ സൗന്ദര്യം? മണ്ണാർക്കാട് ഏകദേശം 10-15 കിലോമീറ്റർ ചുറ്റളവുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ട് കാണാതെ പോണ അധികാരികളോട് ഞാൻ പറയണേ, ഇവിടെ അതിൻ്റെ ബാരിക്കേഡുകളൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് വെച്ചാൽ തന്നെ വലിയ ഉപകാരമായി. അതേപോലെ ചെടിച്ചട്ടിയിലുള്ള ചെടികളൊന്നും പകുതി ഉണങ്ങിയിട്ടും പകുതി വരണ്ടിട്ടും വെള്ളമൊഴിച്ചിട്ട് അത് പകുതി നേരം കെട്ട നേരത്താണ് ഇവർ വെള്ളമൊഴിക്കുക. കാരണം രാവിലെ 9 മണിൻ്റെ ഉള്ളിൽ വെള്ളമൊഴിക്കേണ്ടത് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. പിന്നെ അതേപോലെ 2 മണി 3 മണിക്കൊക്കെ അവിടെ വെള്ളമൊഴിച്ച് പോകുന്നതാണ് ആ ചെടിയിൽ മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാരനെ.
അപ്പോൾ അതൊക്കെ ചെടിക്ക് ഭയങ്കര കേടാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ ചെടികൾ നശിച്ചു പോയിട്ടുണ്ട്, മുരടിച്ച് പോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ റോഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ട്രാഫിക്കിൻ്റെ അതോറിറ്റിൻ്റെ, പക്ഷേ അത് അവർ ശ്രദ്ധിക്കാണ്ടാണോ എന്ന് അറിയില്ല. പക്ഷേ എന്നിരുന്നാലും അവരെ കൊണ്ട് ചെയ്യാൻ കഴിയാൻ പറ്റുന്നവർ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. പിന്നെ അവനെ തന്നെ സൂക്ഷിക്കുക. ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ ഇപ്പോൾ ആക്സിഡൻറ്റുകൾ ഇപ്പോൾ അങ്ങനെ ഓരോ ദിവസം കൂടിയും കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ വേഗത ഒന്ന് കുറച്ചാൽ മതി. നമ്മൾ സ്പീഡിൽ പോയിട്ട് നമുക്ക് ഒന്നും കിട്ടില്ല. സ്പീഡിൽ പോയിട്ട് നമുക്കിപ്പോൾ കിട്ടാനുള്ളത് ഒന്നുമില്ല ഈ ലോകത്ത്. നമ്മളൊക്കെ ഔദാര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മളിപ്പോൾ ഒക്കെ നമ്മുടെയാണെന്ന് പറയാൻ ഈ ലോകത്ത് എന്താണുള്ളത്? ഒന്നുമില്ല. നമ്മൾ ഒന്നും കൊണ്ടുവരുന്നില്ല. നമ്മൾ ഒന്നും എടുക്കാതെയാണ് വരുന്നത്, നമ്മൾ ഒന്നും എടുക്കാതെയാണ് പോണത്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് കണ്ടിട്ടാണ് ഇവിടെ അഹങ്കാരത്തോടു കൂടി ജീവിക്കുന്നത് എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. എന്തോ അങ്ങനെ പോവും കാലം.